ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇത് മൊഡ്യൂൾ ഫസ്റ്റിലെ 5th ചാപ്റ്ററാണ് കേട്ടോ, ഓഡിറ്റിംഗ് ടെക്നിക് യൂസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താണ് ഓഡിറ്റിംഗ് ടെക്നിക് യൂസ് നോക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓഡിറ്റിംഗ് ടെക്നിക് യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. ഓഡിറ്റിംഗ് ടെക്നിക് യൂസ് ആർ ഡിവൈസസ് വിച്ച് ആർ അഡോപ്റ്റഡ് ഇൻ അപ്ലൈയിങ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്, ഡിവൈസസുകളാണ്. ഇത് എന്തിലാണ് അപ്ലൈ ചെയ്യുന്നത്, ബേസിക് പ്രിൻസിപ്പിൾസിലും അതുപോലെ തന്നെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിലുമാണ് ഈ പറഞ്ഞ ഡിവൈസുകൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ദ ടെക്നിക്സ് ഓഫ് ഓഡിറ്റ് ആർ ഡിവൈസസ് ഓർ മെത്തേഡ്സ് ത്രൂ വിച്ച് ആൻ ഓഡിറ്റർ കണ്ടക്ട് ഹിസ് ഓഡിറ്റ് വർക്ക് ടു ഒബ്റ്റെയിൻ മാക്സിമം പെർഫെക്ഷൻ. അതായത് ഒരു ഓഡിറ്ററുടെ ഓഡിറ്റ് വർക്ക് ഉണ്ടല്ലോ, അത് മാക്സിമം പെർഫെക്ഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡിവൈസുകൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾസിലും അതുപോലെ തന്നെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഡിറ്റിംഗ് ടെക്നിക്സ് ആർ ദി ഡിവൈസസ് വിച്ച് ആർ അഡോപ്റ്റഡ് ഇൻ അപ്ലൈയിങ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. The techniques of audit are devices or methods through which an auditor conduct his audit work to obtain maximum perfection. Okay, അപ്പോൾ ആദ്യം അത് എഴുതുക. ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് ടെക്നിക്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റിൽ ഏകദേശം ഒരു 10-14 കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 7-8 ഞാനിതിൽ ഡിസ്കസ് ചെയ്ത് തരാം, ഈസി ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് വൗച്ചിങ്. വൗച്ചിങ് എന്ന് പറയുമ്പോൾ വൗച്ചിങ് മീൻസ് എ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ദി ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസ് റിലേറ്റിംഗ് ടു ദി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടല്ലോ, അത് കെയർഫുള്ളായിട്ട് എക്സാമിൻ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൗച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, വൗച്ചിങ് മീൻസ് എ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ദി ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസ് റിലേറ്റിംഗ് ടു ദി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻവോയ്സ്, റെസിപ്റ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, കറസ്പോണ്ടൻസ്, മിനിറ്റ്സ്, കോൺട്രാക്ട്സ് ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ വൗച്ചിങ് ഈസ് ഡൺ വിത്ത് എ വ്യൂ ടു പ്രൂവ് ദ അക്യുറസി ആൻഡ് ഒതൻറ്റിസിറ്റി ഓഫ് എൻറ്റേഴ്സ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് വൗച്ചിങ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒതൻറ്റിസിറ്റിയും അക്യുറസിയൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൗച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൗച്ചിങ് എഴുതുക. എന്നിട്ട് വൗച്ചിങ് മീൻസ് എ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ദി ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസ് റിലേറ്റിംഗ് ടു ദി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൗച്ചിങ് ഈസ് ഡൺ വിത്ത് എ വ്യൂ ടു പ്രൂവ് ദ അക്യുറസി ആൻഡ് ഒതൻറ്റിസിറ്റി ഓഫ് എൻറ്റയർ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് എഴുതിയാലും മതി. ആ നടുവത്തെ പോയിന്റ് എഴുതിയില്ല വെച്ചാൽ വലിയ കുഴപ്പമില്ല, എന്ന് എഴുതാമെന്നുണ്ടെങ്കിൽ എഴുതിക്കോളൂ. ഓക്കെ, പിന്നെ രണ്ടാമത് പറയുന്നതാണ് കൺഫോർമേഷൻ. രണ്ടാമത്തെ ടെക്നിക്സ് ആണ് ഇത് കൺഫോർമേഷൻ എന്ന് പറയുന്നത്. അതെന്താ നോക്കാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഓഡിറ്റർ ടു മേക്ക് ഷുവർ ദ ഒതൻറ്റിസിറ്റി ആൻഡ് അക്യുറസി ആൻഡ് വാലിഡിറ്റി ഓഫ് ദി ട്രാൻസാക്ഷൻ മെയ്ഡ് ബൈ ദി ഓർഗനൈസേഷൻ. അതായത് കൺഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഓഡിറ്റർ ടു മേക്ക് ഷുവർ ദ ഒതൻറ്റിസിറ്റി, അക്യുറസി ആൻഡ് വാലിഡിറ്റി ഓഫ് ദി ട്രാൻസാക്ഷൻസ് മെയ്ഡ് ബൈ ദി ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ട്രാൻസാക്ഷൻസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒതൻറ്റിസിറ്റിയും അക്യുറസിയും അതുപോലെ തന്നെ വാലിഡിറ്റിയും ഒക്കെ ഉറപ്പ് വരുത്തുക, കൃത്യമാണ് നോക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്, ഡ്യൂട്ടിയാണ്, നമ്മുടെ നമ്മുടെ ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അതാണ് കൺഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഓഡിറ്റർ ടു മേക്ക് ഷുവർ ദ ഒതൻറ്റിസിറ്റി, അക്യുറസി ആൻഡ് വാലിഡിറ്റി ഓഫ് ദി ട്രാൻസാക്ഷൻസ് മെയ്ഡ് ബൈ ദി ഓർഗനൈസേഷൻ. ഓക്കെ, പിന്നെ ദിസ് ടെക്നിക്സ് ഈസ് വൈഡ്ലി യൂസ്ഡ് ബൈ ദി ഓഡിറ്റേഴ്സാണ് അത് വൈഡായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൺഫോർമേഷൻ ആ ഒരു ടെക്നിക്സ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന റീകൺസിലേഷൻ. അപ്പോൾ റീകൺസിലേഷൻ എന്താ നോക്കാം. റീകൺസിലേഷൻ ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദി കോസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഫിഗേഴ്സ്. അതായത് 2 ഫിഗേഴ്സ് തമ്മിലുള്ള ഡിഫറൻസിന് കാരണമുള്ള ആ ഒരു കോസ് ഉണ്ടല്ലോ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീകൺസിലേഷൻ എന്ന് പറയുന്നത്. റീകൺസിലേഷൻ ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദി കോസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഫിഗേഴ്സ്. പിന്നെ നാലാമത് പറയുന്നതാണ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ദിസ് ഈസ് എ ടെക്നിക്സ് യൂസ്ഡ് ബൈ ഓഡിറ്റേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഫാക്ടേഴ്സ്. അക്കൗണ്ടിങ് റേഷ്യോസ് ആർ ജനറലി യൂസ്ഡ്. അതായത്
രണ്ട് ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് റേഷ്യോസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അഞ്ചാമത് പറയുന്നതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഐറ്റം ക്യാൻ ബി വെരിഫൈഡ് ബൈ ഫിസിക്കൽ എക്സാമിനേഷൻ ബൈ ദി ഓഡിറ്റർ. അതായത് ഒരു ഓർഗനൈസേഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇത്രത്തോളം സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അവിടെ ഉള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓഡിറ്റർ എന്ത് ചെയ്യുക, ഫിസിക്കലി, അതായത് നേരിട്ട് സ്റ്റോക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യുക എത്രത്തോളം സ്റ്റോക്ക് അവിടെ ഉണ്ടോ, അങ്ങനെ അവർ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ. അതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്. ആറാമത് പറയുന്നതാണ് ടെസ്റ്റ് ചെക്കിങ്. ഇൻ ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ ദർ ആർ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ചെക്ക് ഈച്ച് ആൻഡ് എവറി ഐറ്റം. സാമ്പിൾസ് ആർ സെലക്റ്റഡ് ആസ് ദി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമിലർ ട്രാൻസാക്ഷൻസ്. അതായത് നമ്മളിപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ്റെ കേസ് പറഞ്ഞു സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഓഡിറ്റർ ചെന്നിട്ട് ഡയറക്റ്റായിട്ട് ഇത്ര എണ്ണം ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അത് വലിയൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല. കാരണം എന്താ, വലിയൊരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ സ്റ്റോക്കും ഇത്ര എണ്ണം ഉണ്ടോ എന്ന് എണ്ണി നോക്കുക എന്ന് പറഞ്ഞാൽ എന്തല്ല, പോസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യും, അതിന്ന് എല്ലാത്തുനിന്നും, അതായത് ഓരോ ഐറ്റത്തുനിന്നും ഓരോ സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓഡിറ്റർ ചെക്ക് ചെയ്യും. അതാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സ്ക്രൂട്ടിനിറ്റി ഓർ സ്കാനിങ്. സ്കാനിങ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ ദി ഓഡിറ്റർ ടു വെരിഫൈ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരി ക്വിക്ക്ലി ബൈ മിയർലി സ്കാനിങ് ദി നേച്ചർ ഓഫ് അക്കൗണ്ട്സ് ബൈ വെരിഫൈങ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പെട്ടെന്ന് ക്വിക്കായിട്ട് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇത് പറയുന്നത്, സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പത്താമത്തെ നോക്കെ എൻക്വയറി. എൻക്വയറി എന്ന് പറയുമ്പോൾ ഇഫ് ദ ഓഡിറ്റർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് എ ട്രാൻസാക്ഷൻ ഹി ക്യാൻ എൻക്വയർ വിത്ത് റെസ്പോൺസിബിൾ ഓഫീഷ്യൽസ് ഓഫ് ദി ക്ലയൻറ്റ്. മോർ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് ദിസ് ടെക്നിക്ക്. എൻക്വയറി എന്ന് പറയുമ്പോൾ ഒരു ഓഡിറ്റർ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ വരികയാണ്. അപ്പോൾ അവിടുത്തെ ട്രാൻസാക്ഷൻസൊക്കെ അയാൾ എന്ത് ചെയ്യും, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യാണ്. അപ്പോൾ അയാൾ എന്തല്ല, സാറ്റിസ്ഫൈഡ് അല്ല. ഒരു ഓഡിറ്റർ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, ഓഡിറ്റർ അതുമായിട്ട് ആ ഒരു ട്രാൻസാക്ഷനുമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളെ അയാളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിച്ച് കൂടുതൽ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും. അതാണ് എന്ത് പറയുന്നത്, എൻക്വയറി എന്ന് പറയുന്നത്. ഇഫ് ദ ഓഡിറ്റർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് എ ട്രാൻസാക്ഷൻ ഹി ക്യാൻ എൻക്വയർ വിത്ത് ദ റെസ്പോൺസിബിൾ ഒഫീഷ്യൽസ് ഓഫ് ദി ക്ലയൻറ്റ്. മോർ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് ദിസ് ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 8 പോയിന്റ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ കുറച്ച് ടഫായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് വായിച്ചതിൽ ഇതാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇത് അതായത് ഓഡിറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ട് എഴുതാൻ മേ ബി ഷോർട്ട് എസ്സേയും ഒക്കെ വന്നേക്കാം. ഓക്കെ, അപ്പോൾ 5 മാർക്കിനൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് ഓഡിറ്റ് ടെക്നിക്സ് എന്ന് എഴുതുക, എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ വൗച്ചിങ് എന്താണെന്ന് എഴുതുക, അതുപോലെ തന്നെ കൺഫോർമേഷൻ എഴുതുക, റീകൺസിലേഷൻ എഴുതുക, അനാലിസിസ്, ഇതൊക്കെ ഓരോന്നും ഇതിൻ്റെ പേര് എഴുതിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.